ഫേവറേറ്റ് എന്താണ്? എന്തായിരിക്കും എന്നെ കണ്ടിട്ട് മാജിക് മൊമെന്റ്. ഇതെങ്ങനെ അറിയാം? ആണോ? അറിയാവോ? അപ്പൊ മാജിക് മൊമെന്റ് ആണോ? അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഈ പ്ലാറ്റ്ഫോമിൽ കൂടി ആ പാവം പിടിച്ച സ്ത്രീയെ ഇങ്ങനെ അപമാനിക്കേണ്ട കാര്യമുണ്ടോ? അവൾ എന്ത് ആയിക്കോട്ടെ, അവൾ കിടന്നു കൊടുത്ത് കാശുണ്ടാക്കട്ടെ, നിങ്ങൾക്ക് എന്താ ഇഷ്ടം? ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. രേണുസുതി എന്ന ടോപ്പിക്ക് ഇതത്ര റിലവന്റ് വിഷയമോ അല്ലെങ്കിൽ നമ്മൾ റോസ്റ്റ് ചെയ്യുന്ന ഫണ്ണി ടൈപ്പ് ഓഫ് കണ്ടന്റോ കാര്യങ്ങളൊന്നും അല്ല. അതുകൊണ്ട് സമയമുള്ള ആൾക്കാർ മാത്രം കണ്ടാൽ മതി. സംഭവം രേണുസുതി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം പല വിഷയങ്ങൾ അങ്ങുമൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അതിൽ ഞാൻ ഒരു വിഷയത്തിൽ മാത്രമേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മുമ്പ് ഇവർ ഈ ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ട് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം KHDC ഫിറോസ് പുള്ളിയാണെങ്കിൽ രേണുസുതി രണ്ടാമതൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ വീട് തിരിച്ച് കൊടുത്തിട്ട് വേണം പോകാനെ കൊണ്ട്, അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് മാറിപ്പോണം എന്നുള്ളതിലൊക്കെ പറഞ്ഞേക്കുന്ന ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ പോലും കൈകടത്തിയിട്ട് അതിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യം മാറിയതാണ് നമുക്ക് പറ്റില്ല, അല്ലെങ്കിൽ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വിഷയത്തിൽ മാത്രം. പിന്നെ അങ്ങ് ഇന്നൊക്കെ കുറേ വിഷയങ്ങളുണ്ടായിരുന്നു, അതിലൊന്നും നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാര്യം അതിൻ്റെ ആവശ്യമുണ്ടെന്നുള്ളത് എനിക്ക് തോന്നിയില്ല. പിന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രേണുസുതി ഇത്തരത്തിൽ മദ്യപിച്ചു അത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചുള്ള വിഷയങ്ങളും, പിന്നെ ഷെഫിന ബീവി ആയിട്ടുള്ള ആ ഒരു യൂണിവേഴ്സ് ഒരു സൈഡിൽ കൂടെ നടന്നു പോകുന്നുണ്ട്. ഒപ്പം തന്നെ രേണുസുതിയുടെ അന്തം കുറെ ഫാൻസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ വന്നിട്ട് സപ്പോർട്ടാണെന്നും പറഞ്ഞു വിടുന്ന കുറെ അപരാധങ്ങളുണ്ട്. അതൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോക്കകത്തോടെ സംസാരിക്കുന്നത്. ഇവിടെ മെയിനായിട്ട് പറയേണ്ടുന്നത് ഈ ഓൺലൈൻ മീഡിയാസ് ഉണ്ട്, ഇവരുടെ അടുത്ത് എങ്ങനെ സംസാരിക്കണമെന്നോ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്നൊരു ഫ്രീഡം രേണുസുതി കൊടുക്കുന്നൊരിതുണ്ട്. അത് നല്ല രീതിയിൽ അവന്മാർ യൂസ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നതല്ല, മിസ്യൂസ് ചെയ്യുന്നുള്ളത് വേണം പറയാനൊക്കെ ഉണ്ട്. കാര്യം രേണുസുതി ബിഗ് ബോസിന് പോകുന്നതിന് മുന്നേ വരെ ഉണ്ടായിരുന്ന അൾട്ടിമേറ്റ് നെഗറ്റീവ് ഉണ്ടായിരുന്നു. ഇത്രയും നെഗറ്റീവ് വേറൊരാൾക്കും ഈ കഴിഞ്ഞ കാലയളവിൽ ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും നെഗറ്റീവിൽ പോയിട്ട് പിന്നെ അത്യാവശ്യം പോസിറ്റീവായിട്ടൊക്കെ തിരിച്ചിറങ്ങി വന്നിട്ട് ആ പോസിറ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ കൊണ്ട് രേണുസുതിക്ക് പറ്റാത്തതായിട്ട് പലപ്പോഴായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താണെങ്കിലും കുറച്ച് വീഡിയോസ് നമുക്കൊന്ന് കാണാം. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, പിന്നെ ഈ ദുബായിലും ബഹറിലൊക്കെ പോയപ്പോ വെള്ളം അടിച്ച് ബാറിൽ ഡാൻസ് കളിച്ചു എന്നൊക്കെ കുറെ കമന്റ്സ് ഒക്കെ വന്നു. അപ്പൊ ഞാൻ കഴിച്ചില്ലെന്നല്ല, കഴിച്ചിട്ടാണ് റൂമിലാണ് ഞാൻ കഴിക്കുന്നത്. എനിക്കുള്ള റൂമിൽ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനത് കഴിക്കും. അല്ലാതെ വെള്ളം അടിച്ച് ഡാൻസ് കളിച്ചൊന്നുമല്ല. ഞാൻ പോയത് പ്രമോഷന്റെ ഭാഗമായിട്ടാണ്. ഞാൻ ജോലി ചെയ്യുമ്പോൾ എന്ത് പ്രമോഷനും അത് ഡാൻസ് കളിക്കും, പാട്ട് പാടും. ഇനി വെള്ളം അടിച്ച് ഡാൻസ് കളിച്ച് അങ്ങനെ ഒരു രണ്ട് കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, ഇവന്മാര് നീലക്കുയിലെ ഇൻസ്പയർ ചെയ്തിട്ടാണോ എന്നറിയത്തില്ല, ഇവന്മാരുടെ ക്യാമറ ആംഗിൾസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ എന്താ പറയുക പൊലിപ്പിച്ച് അവന്മാർ എടുക്കുന്നുണ്ട്. ക്യാമറ ആംഗിൾസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അതിന്റെ ഫ്രീഡം അവന്മാർ നല്ല രീതിയിൽ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഇത്തരത്തിൽ അവർ മദ്യപിച്ചു എന്നൊക്കെ പറയുന്നൊരു സാധനമുണ്ട്. എടി അവർ മദ്യപിക്കാതിരിക്കുക എന്നെ വേണ്ട ചെയ്തിട്ട്. ദുബായിലാണെങ്കിൽ മദ്യപിക്കുന്നതിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയേക്കുന്നത്. നമ്മുടെ നാട്ടിൽ അത്തരത്തിൽ മദ്യപിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. കാര്യം ഈ കുപ്പിക്കകത്ത് പ്രായപൂർത്തിയാവണം എന്നുള്ളത് മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ. അല്ലാതെ സ്ത്രീ കുടിക്കാൻ പാടില്ലെന്നോ അല്ലെങ്കിൽ പുരുഷന് മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എവിടെ എഴുതി വെച്ചിട്ടില്ല. അവർ കുടിക്കുന്നത് കുടിക്കട്ടെ, ഇപ്പൊ എന്നാ വേണം? ക്രിസ്മസിന് വെള്ളം അല്ലാതെ വേറെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് അടിക്കുന്നുണ്ടോ? വാവ്, അവന്റെ ചോദ്യം കേട്ടില്ലേ? ക്രിസ്മസിന് വെള്ളം അല്ലാതെ വേറെ ഏതെങ്കിലും ഒഴിച്ചടിക്കുന്നുണ്ടോ എന്ന് നമുക്ക് കേൾക്കാം. ഒഴിച്ചടിക്കുന്ന കാര്യമൊക്കെ രേണുസുതി പറയുന്നുണ്ട്. ക്രിസ്മസിന് എന്താ അടിക്കണ്ടേ? എന്തെങ്കിലും അടിക്കാം. ഫേവറേറ്റ് എന്താണ്? എന്തായിരിക്കും എന്നെ കണ്ടിട്ട് മാജിക് മൊമെന്റ്. ഇതെങ്ങനെ അറിയാം? ആണോ? അറിയാവോ? അപ്പൊ മാജിക് മൊമെന്റ് ആണോ? അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇത് വല്ലപ്പോഴും കേട്ടോ. എനിക്ക് വയ്യ. അവന്മാർക്ക് വരെ അറിയാം മാജിക് മൊമെന്റ് ആണ് ചേച്ചിയുടെ ഫേവറേറ്റ് സാധനം എന്നുള്ളത്. അപ്പം ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വന്ന സമയത്ത് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് വല്ലതും വാങ്ങിച്ച് പെട്ടിക്കകത്ത് വല്ല വെച്ചിട്ടുണ്ടോ നമ്മുടെ തങ്കച്ചേട്ടന് കൊടുക്കാൻ വേണ്ടിയിട്ട്? പുള്ളിയും അത്ര മോശമല്ലെന്ന് നമ്മൾ വിചാരിക്കുന്നു. എന്താണെങ്കിലും ചേച്ചി ഇതുപോലെ മദ്യപിക്കുന്നുണ്ട്. ഈ സംഭവങ്ങളൊക്കെ ഇനി നിലനിൽക്കുമ്പോഴത്തേക്കിന് അവരടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം എന്താണ് പ്രശ്നം? അപ്പം അത് പബ്ലിക്കായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞത് ഒരു എന്താ പറയുക, പല ആളുകൾക്കും റോങ് മെസ്സേജ് ആണ് കൊടുക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പല ആളുകൾ ഇങ്ങനെ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരി അവിടെ അടിക്കുന്നുള്ളതല്ലേ പറഞ്ഞല്ല, നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നുള്ള സാധനമൊന്നും പറയുന്നില്ല. അതുകൊണ്ട് അവിടെ ഒരു റോങ് മെസ്സേജ് ആയിട്ടൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ട്. കാര്യം പല ആൾക്കാരുടെ കമന്റ്സിലൂടെയും അല്ലാതെയൊക്കെ പറയുന്നതായിട്ട് നമ്മളെ കേട്ടിരുന്നു. അതുകൊണ്ട് പറഞ്ഞാണേ. മാക്സിമം എത്ര പെഗ് കഴിക്കും? എന്തിനൊക്കെ പറയുന്ന ചേട്ടാ? അല്ല എത്ര വരെ പോകും? കള്ളുകുടിയായിരുന്നു. അല്ല ഒരു മാക്സിമം നമ്മൾ എത്രയൊക്കെ? പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ കുടിക്കാനൊന്നും അല്ല. വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ ക്രിസ്മസിൽ ഓണോ സെലിബ്രേഷൻ ഒന്നോ രണ്ടോ ജസ്റ്റ് അത്രേ ഉള്ളൂ. ഞാൻ വെള്ളമടിക്കാരിയൊന്നും അല്ല. ഒരു എൻജോയ്മെന്റിൽ പാർട്ടാവുന്നു അല്ലെ, സെലിബ്രേഷന്റെ പാർട്ടാവുന്നു അല്ലെ, ഒരു ആഘോഷത്തിന്റെ ഭാഗമാവും. ഇപ്പോഴും തന്നെ ചേട്ടനുള്ളപ്പോഴേ അങ്ങനെയായിരുന്നു.
വീട്ടിൽ എല്ലാവർക്കും അറിയാം. അത് വലിയ സംഭവമൊന്നും അല്ലല്ലോ. അത് അത്ര വലിയ എനിക്ക് അത് സംഭവമായിട്ടൊന്നും തോന്നുന്നു. അത് തന്നെ അത്രേ ഉള്ളൂ. അത് അത്ര വലിയ സംഭവമൊന്നുമില്ല. നിങ്ങൾ അടിക്കാതിരിക്കുക, അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് എന്നാ വേണം ചെയ്യല്ലോ, അത് അത്രേ ഉള്ളൂ. വേറെ വിഷയമുള്ള കാര്യമല്ല. ഇനി ഇത് കഴിഞ്ഞിട്ട് ഷെഫീന ബീവി രേണുസുതി യൂണിവേഴ്സിലോട്ട് പോകും. അത് കുറച്ചധികം നാളായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. എന്നാണെങ്കിലും ഷെഫീന ബീവിനെ കുറിച്ചിട്ട് പുള്ളിക്കാരി 2 ദിവസം മുന്നേ ഇട്ടേക്കുന്ന ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. അതിൽ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. എടി നിനക്ക് അടക്കമായില്ലേടി? നിനക്ക് നീ വീണ്ടും എനിക്കിട്ടുണ്ടാക്കാൻ വരുന്നോ? നീ പറഞ്ഞത് നിന്റെ ഈ വീഡിയോ കേട്ടിട്ട് നിനക്ക് വ്യൂസ് ഉണ്ടാക്കി തന്നിട്ടല്ല ഞാൻ റിപ്ലൈ തരുന്നത്. എന്റെ വീട്ടുകാരും എന്റെ കൂട്ടുകാരും ഇത് വ്യക്തമായിട്ട് കേട്ടിട്ട് അവർ എന്റെ അടുത്ത് പറഞ്ഞാണ്. എടി എന്റെ അപ്പൻ എന്റെ രേണുസുതി ഒരു മാറ്റവും ഇല്ലല്ലേ. ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഇതുപോലെ തന്നെയായിരുന്നു രേണുസുതി പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ആരുടെ വീഡിയോസ് ഒന്നും കാണത്തില്ല, എനിക്ക് ആരുടെയും വീഡിയോ കാണാനും താല്പര്യമില്ല, അവര് വീഡിയോ ഒക്കെ പറഞ്ഞു കേട്ട അറിവിൽ മാത്രമാണ് കേട്ടോ ഞാൻ സംസാരിക്കുന്നതെന്നാ. ചേച്ചി ഇതൊക്കെ കാണുന്നുണ്ട്, കൂത്തിയിരുന്ന് കാണുന്നുണ്ട്, കണ്ടിട്ടാണ് വന്ന് പറഞ്ഞത്. അവരിവരും പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ വന്ന് പറയുന്നതെന്ന്. അപ്പൊ അവരിവരും പറഞ്ഞ അത്രയ്ക്കും ട്രസ്റ്റ് ആണോ നിങ്ങൾക്ക്? അതിനകത്ത് വീഡിയോക്കകത്ത് എന്താ പറഞ്ഞ വളരെ എടുത്ത് തന്നെ ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട്. ബാക്കി കേൾക്കാം. കുതിരയാണെന്നോ ഉയർന്ന കുലജാതനാണെന്നോ ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല. നിനക്ക് നാണം ഉണ്ടോടി? തേയിലക്കാട്ടിലെ പ്രത്യേക വർഗ്ഗമാണ് എന്റെ അപ്പൻ, പ്രത്യേക ജാതിയാണ്. എടി ഈ 2025-26 കാലഘട്ടത്തിൽ നിനക്ക് നാണം ഉണ്ടോടി ജാതി പറയാൻ വേണ്ടിട്ട്? കള്ളി ബീവി. നിനക്ക് കുറെ പേര് നിന്നെ സഹായിക്കാനും നിന്നെ സപ്പോർട്ടിനും കാണും. പക്ഷേ ഇല്ലേ, രേണുസുതിക്ക് ആരും വേണ്ടടി. ഒറ്റയ്ക്ക് നിന്ന് രേണുസുതി ഇവിടെ വരെ വന്നത്. പിന്നെ രേണുസുതി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവരുടെ കൂടുതൽ വിഷയങ്ങളോട്ടൊന്നും ഞാൻ ഫോളോ അപ്പ് ചെയ്യാനെ കൊണ്ട് അധികമായിട്ട് ഞാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇതിനകത്ത് ഷെഫീന ബീവി പുള്ളിക്കാരി എങ്ങനെ ജാതി വെച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ടോ ഇല്ലോ എന്നുള്ള ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല. അഥവാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പറയാൻ പാടില്ല, അത് തെറ്റാണ്, അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. മറുപടി നീ എന്നെ പറഞ്ഞാൽ ഞാൻ നിനക്കിട്ട് തന്നു. എന്റെ അപ്പൻ കഷ്ടപ്പെട്ട് എന്നെ കൂലിപ്പണി ചെയ്ത് വളർത്തിയതാടി എന്റെ അപ്പൻ. ആ എന്റെ അപ്പനെ പറഞ്ഞാൽ നിന്നെ ഞാൻ ഇനിയും പറയും. പിന്നെ എന്റെ വീട്ടുകാരെ അവരെ തൊട്ടുള്ള നിന്റെ കളി നിർത്തിക്കോ. നിനക്ക് നാണം ഉണ്ടോടി? നാണം കെട്ടവളെ, നിർത്തടി നിന്റെ എനിക്കെതിരെയുള്ള വ്ളോഗ്. നാണം കെട്ടവളെ. എനിക്കിത് കണ്ടപ്പോൾ മറ്റേ ബിഗ് ബോസിനകത്ത് മറ്റേ അനീഷയോടുള്ള ഒരു വഴക്കുണ്ടല്ലോ, കണ്ണടച്ച് കിടക്കണമെന്ന് ഞാൻ കണ്ടു എന്ന് അനീഷ് പറഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേക്കിന് നാണം ഉണ്ടോടോ, തനിക്ക് നാണം ഉണ്ടോടോ എന്ന് പറഞ്ഞിട്ട് പുറകെ പോയിരിക്കുന്ന സംഭവമില്ലായിരുന്നു. അത് തന്നെയാണ് ആ ഒരു കച്ചറ വർത്താനാണ് എനിക്കിത് കേട്ടപ്പോൾ എനിക്ക് ഇവിടെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഷെഫീന ബീവി അല്ല, ഞാനാണെങ്കിലും പുള്ളിക്കാരിനെ വിമർശിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് അത് ഇഷ്ടപ്പെട്ടില്ലേ, തിരിച്ചു പറയാനുള്ള എല്ലാവിധ റൈറ്റും ഉണ്ട് പുള്ളിക്കാരിക്ക്. അത് ആ ഒരു ഫ്രസ്ട്രേഷൻ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ പുള്ളിക്കാരി ഷെഫീന ബീവി ഇത്തരത്തിൽ ജാതിയുടെ ഇത് അങ്ങനെയൊക്കെ വെച്ച് സംസാരിച്ചൊന്നും ഞാൻ വീഡിയോ കണ്ടില്ല. ഞാൻ പറഞ്ഞു നേരത്തെ ഫോളോ അപ്പ് ചെയ്യാനെ കൊണ്ട് പോയില്ല. അപ്പൊ അഥവാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ നമുക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല. ജാതിയൊക്കെ പറഞ്ഞുള്ള സംഭവങ്ങളൊക്കെ തന്നെ. പിന്നെ നമ്മൾ വിമർശിച്ചാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പുള്ളിക്കാരി നമ്മളെ ആണെങ്കിൽ ഇതുപോലെ തന്നെ ആയിരിക്കും പറയാ. പിന്നെ രേണുസുതി പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ഇതൊന്നും കാണാനും നോക്കാനും ഒന്നും പോയില്ല, ഇവരും പറഞ്ഞു കേട്ടിട്ട് എന്റെ കൂട്ടുകാരാണ് ഇത് അയച്ചതെന്ന്, അല്ലെങ്കിൽ അവരാണ് പറഞ്ഞത്. അങ്ങനെ ഇവരും പറഞ്ഞാണെങ്കിൽ അവരോട് വന്ന് പ്രതികരിക്കാൻ പറഞ്ഞു. നിങ്ങൾ ഇത് കാണാനും കേൾക്കാനും പോകുന്നില്ലെങ്കിൽ എന്തിനാ ഈ വള്ളിയൊക്കെ പിന്നെ പിടിക്കാനൊക്കെ കൂടെ നിങ്ങൾ പോകുന്നത്? കാര്യം ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. നിങ്ങൾക്ക് ഇവർക്കാണെങ്കിൽ ആ ഒരു പോസിറ്റീവായിട്ട് വന്നേക്കുന്ന സാധനങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യാനെ കൊണ്ട് അറിയത്തില്ല. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടിരിക്കുന്നത്. ഇതൊക്കെ കാണുന്ന ആൾക്കാർ എന്താ നേരെ വിചാരിക്കുക, കണ്ടില്ലേ രേണുസുതി പിന്നെ എന്താണ്ട് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്, അങ്ങനെ കാണിച്ചു. അത് തന്നെ അല്ലേ രേണുസുതിക്ക് പിന്നെ വന്നിട്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ബിബി ബ്രോന്റെ അടുത്താണെങ്കിൽ ഒരാൾ ഒന്ന് പേഴ്സണലി മെസ്സേജ് അയച്ച് പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. പുള്ളി തന്നെ പുറത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് അതൊരു രേണുസുതിയുടെ ഒരു സപ്പോർട്ടർ എന്നല്ല പറയേണ്ടത്, ഒരു അന്തം സപ്പോർട്ടർ എന്ന് വേണം പറയാനുണ്ട്. ഈ സപ്പോർട്ട് ചെയ്യുന്ന ആളും അന്തം സപ്പോർട്ടറും തമ്മിൽ വ്യത്യാസമുണ്ട്. കാര്യം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പിന്നെ കുറച്ച് ബുദ്ധിയും വെളിവും ഉണ്ടായിരിക്കും, പക്ഷെ അന്ധ സപ്പോർട്ടേഴ്സിന് ആ ഒരു വെളിവ് കാണത്തില്ല. അവർ പറഞ്ഞേക്കുന്ന അല്ലെങ്കിൽ അയച്ചേക്കുന്ന വോയിസ് മെസ്സേജ് നമുക്കൊന്ന് കേൾക്കാം. നമ്മളങ്ങനെ വന്ന് സംസാരിക്കുന്ന ആളൊന്നും അല്ല, എന്നാലും ഞാൻ പറയുക, രേണുസുതി എന്ന് പറഞ്ഞ ആ സ്ത്രീയെ നിങ്ങളെല്ലാവരും കൂടി ഈ വളഞ്ഞിട്ട് എന്തിനാണ് നിങ്ങൾ ആക്രമിക്കുന്നത്? അവർക്കൊരു ഭർത്താവില്ലാത്ത അവരെങ്ങനെയും ജീവിക്കട്ടെ. ഒരു നേരത്തെ ഭക്ഷണത്തിന് ഇതില്ലാതെ അവർ നടക്കുന്നവരെ അവരെങ്ങനെയായാലും ജീവിച്ചോട്ടെ. എന്തിനാണ് നിങ്ങൾ അവിടെ ഇതൊക്കെ എടുത്ത് അവിടെ മണ്ടയ്ക്ക് കയറാൻ പോകുന്നത്? അപ്പോൾ രേണുസുതിയെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലെ മീഡിയക്കാർ ചോദിക്കുമ്പോൾ അതൊക്കെ മാനേജ് ചെയ്യാനും കൃത്യമായിട്ടൊക്കെ അറിയാതൊക്കെ വരുമ്പോഴുള്ള കുഴപ്പമാണ് ഈ വിമർശനങ്ങളൊക്കെ വരുന്നത്. പിന്നെ അവർക്ക് ഒരു കഞ്ഞി കുടിക്കാൻ പോലുള്ള വകയില്ല എന്നൊക്കെ പറയുമ്പോൾ പുള്ളിക്കാരി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വന്നതും പിന്നീട് കുറേ വർക്കുകൾ കിട്ടും, ഫിനാൻഷ്യലി വലിയ തരക്കേടില്ലാത്ത രീതിയിലാണ് പോകുന്നത്. അതൊന്നും അറിയുന്നില്ല എന്ന് തോന്നുന്നു പുള്ളി. ഈ ഒരു ആരുപോലും ഇല്ലാത്തൊരു സ്ത്രീയെക്കുറിച്ച് ഇതുപോലെ നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കുമെങ്കിൽ എങ്ങനെയാണ് ഇത്? നിങ്ങൾ ഒരു സ്ത്രീയല്ലേ? അത് നിങ്ങളുടെ വീട്ടിലും അമ്മയും പെങ്ങന്മാരില്ലേ? ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. നിങ്ങളുടെ വീട്ടിൽ വലിയ അമ്മയും പെങ്ങന്മാരെന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തിയാണ്. ഇത് കഴിഞ്ഞിട്ട് അവസാനം പുള്ളി വെറുതെ കുറച്ച് ഡയലോഗ് ഉണ്ട്, അത് നമുക്ക് കേൾക്കാം. റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നത് നിങ്ങൾ ദോഷമല്ലേ ഇതൊക്കെ? പടച്ചവരെന്ന് പറഞ്ഞാൽ ഒരുത്തൻ്റെ മോളിൽ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ? ഈ നാട്ടിലെ എത്രയോ സ്ത്രീകളുണ്ട്, അവരുടെ മണ്ടയ്ക്കൊന്നും കയറാതെ അവൾ എങ്ങനെയായാലും ജീവിക്കട്ടെ. നിങ്ങൾക്കെന്തോ നഷ്ടം? നിങ്ങളെ കൊണ്ട് ചായ മേടിച്ചു കൊടുക്കാൻ അവർക്ക് പറ്റുന്നത്. ഈ സ്ത്രീകളെ മൊത്തം നിങ്ങൾ അധിക്ഷേപിക്കുന്നത് യൂട്യൂബ് ചാനൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേറെ വരുമാനങ്ങൾ എങ്ങനെയായാലും സ്ത്രീകളെ മൊത്തത്തിൽ അധിക്ഷേപിച്ചെന്നാ രേണുസുതി ഒരാളെ വിമർശിച്ചു എന്ന് പറയുമ്പോഴത്തേക്കിന് സ്ത്രീത്വത്തെ മൊത്തത്തെ അപമാനിക്കുന്നവരാണ്. ഇത് ബിഗ് ബോസിനകത്ത് രേണുസുതി പോയ ടൈമില് കുറെ കാർഡുകൾ ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല, വിധവാ കാർഡും അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഇറക്കിയിട്ടുണ്ടോ. എനിക്ക് അതുപോലെയാണ് ഇത് കണ്ടപ്പോൾ പേഴ്സണലി ഫീൽ ചെയ്ത കാര്യം.
സ്ത്രീത്വത്തെ മൊത്തത്തെ അപമാനിച്ചു എന്ന് പറയുന്ന പോലെ. കാര്യം എന്ന് വെച്ചാൽ ഇതില് നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ ഓൺലൈൻ മീഡിയാസ് ഒക്കെ വന്ന് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ മദ്യപിച്ചു, വെള്ളത്തിൽ എന്താണ് ചേർത്തടിക്കുന്നത്, എത്ര പേർക്ക് നിങ്ങൾ അടിക്കുന്നുണ്ട്, ഇതൊക്കെയാണോടെ വന്ന് പറയേണ്ടത്, നല്ല സംസാരിക്കേണ്ടത് കാര്യങ്ങൾ. അത് പറഞ്ഞിട്ട് ഓക്കെ, അവർ ഫ്രീ ആയിട്ട് വന്ന് സംസാരിക്കുന്നു, അവർ ഓപ്പൺ അപ്പ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നു, അവരടിക്കുക അടിക്കാതിരിക്കുക അവരുടെ ഇഷ്ടമാണ്. അത്രയുള്ള കാര്യങ്ങൾ. പിന്നീട് ക്യാമറ ആംഗിളുടെ ആണെങ്കിലും ഇങ്ങനെയുള്ള സാധനങ്ങൾ, ഇങ്ങനെ മീഡിയാസിന് അല്ലെങ്കിൽ ഈ ഓൺലൈൻ മീഡിയാസിന് കൊടുക്കുന്ന ഈ ഒരു ഓവർ ഫ്രീഡം കുറയ്ക്കാനെ കൊണ്ട് ഇതേ വ്യക്തി അവരുടെ അടുത്തും പോയി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ഈ പാവം പിടിച്ചൊരു സ്ത്രീയെ കുറിച്ച് എൻ്റെ ആരുമല്ല അവര്, ഞാനൊരു മുസ്ലിമാണ്. അതിപ്പോ പറയേണ്ട ആവശ്യം എന്താണ്? ഞാനൊരു മുസ്ലിം ആണെന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണ് ഈ സംസാരിക്കണേ? ഈ പ്ലാറ്റ്ഫോമിൽ കൂടി ആ പാവം പിടിച്ച സ്ത്രീയെ ഇങ്ങനെ അപമാനിക്കേണ്ട കാര്യമുണ്ടോ? അവൾക്ക് വീട് വെച്ച് കൊടുത്തോ, അവൾ വീട്ടിൽ കിടക്കുന്നു, നിങ്ങൾ എന്തിനാ അറിയുന്നേ? അവൾ എന്തുവല്ല ആയിക്കോട്ടെ, അവൾ കിടന്നു കൊടുത്ത് കാശ് ഉണ്ടാക്കട്ടെ, നിങ്ങൾക്ക് എന്താ ഇഷ്ടം? നിങ്ങളുടെ വീട്ടിലാർക്കും അവൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു? എന്തോന്നാ അവള് കിടന്നു കൊടുത്തിട്ട് കാശ് ഉണ്ടാക്കണമെന്നോ? ഇത് ഏതട ഈ അപരാധം? ഏതോ ഒരു അപരാധിമോ വന്നിട്ട് വന്നങ്ങ് അപരാധിച്ച് പറയാണ്. ഇയാളാണ് നേരത്തെ പറഞ്ഞത് നിങ്ങളുടെ വീട്ടിലെ അമ്മയും പെങ്ങന്മാരും എന്നൊക്കെ പറഞ്ഞേക്കുന്ന വ്യക്തിയാണ് ഇപ്പൊ പറയാം അവള് കിടന്നു കൊടുത്തിട്ട് എന്ത് വേണേലും ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് അപരാധമൊക്കെയാണ് പറയുന്നത്. രേണുസുതി, നിങ്ങൾ ഇതുവല്ലം കാണുന്നുണ്ടെങ്കിൽ ഇമാതിരി അന്ധമായിട്ട് നിങ്ങൾ ഈ സപ്പോർട്ടേഴ്സിനെ ഇതുപോലെ ഓൺലൈൻ മീഡിയാസിനെയൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നല്ലത് തന്നെയായിരിക്കും. കാര്യം നിങ്ങൾക്ക് ആ ഒരു പോസിറ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഓൺലൈൻ മീഡിയാസിന് കൊടുക്കുന്ന ഈ ഒരു ഓവർ ഫ്രീഡം, അതേപോലെ ഇമാതിരി സപ്പോർട്ടേഴ്സായിട്ട് വരുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ ഇവരെ, പിന്നെ ഈ ഇവിടുന്ന് കാണുന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടേക്ക്, അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടാണ് അറിഞ്ഞതെന്ന് പറഞ്ഞേക്കുന്ന ഇതേ കൂട്ടുകാരുണ്ടല്ലോ, അവർ പറഞ്ഞിട്ടാണല്ലോ കുറേ വിഷയങ്ങൾ അറിഞ്ഞതെന്നാണല്ലോ പറയുന്നത്. അപ്പൊ ഈ കൂട്ടുകാരെ ഇവരെയൊക്കെ അകറ്റി നിർത്തേണ്ടത് രേണുസുതിക്ക് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ഇതുപോലെ ബിഗ് ബോസിന് മുന്നേ എങ്ങനെയായിരുന്നു നെഗറ്റീവ്, ആ ഒരു സാധനം ഇങ്ങനെ സ്റ്റിൽ ഇങ്ങനെ നിങ്ങളുടെ ലൈഫ് ലോങ് ഇത് ഉണ്ടായിരിക്കും. ഓക്കെ, അതിപ്പം ഇങ്ങനെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങി വന്ന് അത്രയും പോസിറ്റീവായിട്ട് ഇറങ്ങി വന്നിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് ചെയ്ത്. എന്നാണെങ്കിൽ ഇത്രയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.